കഷ്ടതയിലും കർത്താവ് നമുക്ക് തരുന്ന ശിക്ഷയിലും അതൊക്കെ നമ്മൾ സുബോധത്തോടെ പരിജ്ഞാനത്തോടെ പ്രാപിച്ച് ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എക്സൽ മെസ്സേജിലേക്ക് ഏവർക്കും സ്വാഗതം. തിത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ 11-ാമത്തെ വാക്യം, സകല മനുഷ്യരും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. ഈ 2-ാം അധ്യായത്തില് ദേവദാസൻ എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരനായ ഒരു ദേവദാസനാണ്. തീത്തോസ് എന്നാണ് പേര്. അതിനകത്ത് പരാമർശിച്ചിരിക്കുന്നത് വൃദ്ധന്മാർ എങ്ങനെയായിരിക്കണം, യൗവനക്കാർ എങ്ങനെയായിരിക്കണം, യൗവനക്കാരായ സ്ത്രീകൾ എങ്ങനെയായിരിക്കണം. അതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, നീയോ പത്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്ക. വൃദ്ധന്മാർ നിർമ്മലരും ഗൗരവവും സുബോധമുള്ളവരായിരിക്കണം, സ്നേഹമുള്ളവരായിരിക്കണം, സഹിഷ്ണുതയുള്ളവരായിരിക്കണം, വിശ്വസ്തരായിരിക്കണം. പിന്നെ യൗവനക്കാരായ സ്ത്രീകൾ എങ്ങനെ ആയിരിക്കണം? ഭർത്താക്കന്മാരെ നോക്കുന്നവരും കുഞ്ഞുങ്ങളെ നോക്കുന്നവരും വീട്ടുകാരെ നോക്കുന്നവരും നന്മ ചെയ്യുന്നവരും നന്മ സുവിശേഷിക്കുന്നവരും ഒക്കെ ആയിരിക്കണമെന്ന് അതിനകത്ത് പറഞ്ഞിരിക്കുന്നു. പിന്നെ യൗവനക്കാരെങ്ങനെ ആയിരിക്കണം? സുബോധമുള്ളവരും, വിരോധി നമ്മെ കൊണ്ട് ഒന്നും പറവാതിരിക്കുവാൻ തന്നെ നല്ല പ്രവൃത്തി നമ്മൾ നടക്കുക, മാതൃകയായിട്ട്. അതായത് ഒരു സൊസൈറ്റി നമ്മൾ എങ്ങനെ ആയിരിക്കണം? ഒരു ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു സൊസൈറ്റിയിൽ, നമ്മുടെ ചർച്ചിൽ, നമ്മൾ പോകുന്നിടത്ത്, നമ്മുടെ വരവിൽ, നമ്മുടെ സ്കൂളിൽ, കോളേജസിൽ ഒക്കെ ആകാം. അപ്പൊ അവിടെയൊക്കെ നമ്മൾ എങ്ങനെ ആയിരിക്കണം? പ്രത്യേകിച്ച് നമ്മൾ ബിലീവർ എന്ന് പറയപ്പെടുന്നത് തന്നെ നമ്മളൊരു പ്രത്യേക സവിശേഷതയുള്ളവരായിട്ടാണ് മറ്റുള്ളവർ നമ്മളെ കാണുന്നത്. അവരെ കൂടുതൽ പാടുന്നു, അവർക്ക് ചർച്ചിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള സമൂഹം നമ്മളെ പറ്റി പറയുമ്പോൾ നമ്മളൊരു സൊസൈറ്റി എങ്ങനെ ആയിരിക്കണം എന്നുള്ളതും ഇതിനകത്ത് പരാമർശിക്കപ്പെടുന്നു. ചർച്ചിൽ മാത്രമല്ല, നമ്മൾ ദേവദാസന്മാർക്ക് കീഴ്പ്പെട്ട് ജീവിക്കണം, ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ട് ജീവിക്കണം, അതുപോലെ അനുസരിക്കുന്നവരായിരിക്കണം എന്നൊക്കെ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. തീത്തോസിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. അപ്പം ഞാൻ 11-ാമത്തെ വാക്യമാണ് വായിച്ചത്. സകല മനുഷ്യർക്കും രക്ഷാകരമായൊരു ദൈവകൃപ ഉദിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ കൺമുമ്പിൽ നല്ല പ്രവൃത്തികൾ നമ്മൾ കാണിച്ചു കൊടുക്കുക, നമ്മൾ മാതൃകയായിട്ടിരിക്കുക. 1 തിമോത്തിയുടെ 2-4-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. അവർ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ, അവർ ആ ഒരു പരിജ്ഞാനം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിലുള്ള നല്ല പ്രവൃത്തികൾ, നമ്മളിലുള്ള നല്ല മാതൃക അവർ കാണുമ്പോൾ തീർച്ചയായും അവർ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായിത്തീരും. 2 തെസ്സലോനിക്കർ 2:16 പറയുന്നു, നമ്മുടെ നല്ല പ്രവൃത്തിയിലും വാക്കിലും സ്ഥിരപ്പെടുമാറാകട്ടെ. അതിന്റെ 16-17 വാക്യങ്ങളിൽ എന്നെ പറയപ്പെടുന്നു, നമ്മുടെ നല്ല പ്രവൃത്തിയിലും വാക്കിലും, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ വാക്ക്, നമ്മുടെ സംസാരം, നമ്മുടെ പ്രവൃത്തി, ഇതൊക്കെ മറ്റുള്ളവർ നോട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിലെല്ലാം മാതൃകയുള്ളവരായിരിക്കണം. അപ്പോൾ അങ്ങനെയാണ് പറയുന്നത്. ലൂക്കോസിന്റെ 3-ാമത്തെ അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സകല ജഡവും ദൈവത്തിന്റെ രക്ഷയെ കാണും. സകല ജഡവും തീർച്ചയായും കാണും, രക്ഷയെ കാണും. കർത്താവിന്റെ എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടും. നമ്മൾ ആ ഒരു ഹോപ്പിലാണ്, ഒരു എറ്റേണിറ്റി ലൈഫ്. അത് 2-ാമത്തെ അധ്യായത്തിൽ അത് പറയുന്നുണ്ട്. അങ്ങനെയാണ് കർത്താവ് അവിടെ പറയുന്നത്. അവിടെ എഴുതപ്പെട്ടിരിക്കുന്നത്, സകല മനുഷ്യർക്കും സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുള്ളൂ. നമുക്ക് ഈ കാലഘട്ടത്തിൽ ജീവിക്കുവാൻ കർത്താവിന്റെ ഒരു കൃപ നമുക്ക് ആവശ്യമാണ്. നമ്മളും പ്രാർത്ഥിക്കണം, നമ്മളും പരിജ്ഞാനമുള്ളവരായിരിക്കണം, നമ്മളും എങ്ങനെ സുബോധമുള്ളവരായിരിക്കണം. അതാണ് ആ 1 തൊട്ട് 14 വരെയുള്ള വാക്യങ്ങളിൽ, 2-ാം അധ്യായത്തിന്റെ 1 തൊട്ട് 14 വരെയുള്ള വാക്യങ്ങൾ അങ്ങനെയാണ് പരാമർശിച്ചിരിക്കുന്നത്. ആ ലോത്തിന്റെ കാലത്തിലെ പോലെ തന്നെ വളരെയധികം പാപങ്ങൾ നിറഞ്ഞ, പാപം, അനീതി, അവിശ്വസ്തത, ഇതെല്ലാം ലോകം നിറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്, ഇല്ലേ? കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കും. അതിന്റെ ലക്ഷണങ്ങളൊക്കെ കാണിച്ചു തുടങ്ങി. അതായത് നമ്മൾ മറ്റുള്ളവർക്ക് തിളങ്ങേണ്ടതിന്, അതായത് തിളങ്ങുന്നവർ പ്രതിഫലിപ്പിക്കേണ്ടതിന്, ആകേണ്ടതിന്, രക്ഷ ഉണ്ടാകേണ്ടതിന്, നിത്യതയിൽ വാഴേണ്ടതിന് നമ്മൾ പാർക്കുന്നിടത്ത് നമ്മളൊരു മാതൃക ഉള്ളവരായിരിക്കണം. അങ്ങനെയെങ്കിൽ തീർച്ചയായും ഒരു രക്ഷാകരമായ, അതായത് സകല ജഡവും ദൈവത്തിന്റെ രക്ഷയെ കാണുവാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെ നമ്മുടെ 13-ാമത്തെ വാക്യത്തിൽ പറയുന്ന, ഭക്തികേടും പ്രപഞ്ചമോഹങ്ങൾ വർജിച്ചിട്ട് ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. നമ്മളെ കർത്താവ് ഓരോ ദിവസവും അനുദിനം ദൈവകൃപ തന്ന്
നമുക്ക് കർത്താവ് തരുന്ന കഷ്ടതയിലും കർത്താവ് നമുക്ക് തരുന്ന ശിക്ഷയിലും അതൊക്കെ നമ്മൾ സുബോധത്തോടെ പരിജ്ഞാനത്തോടെ പ്രാപിച്ച് ഈ ദിവസങ്ങളിൽ നമ്മൾ ദൈവഭക്തിയുള്ളവരായി ജീവിച്ച് സകല മനുഷ്യർക്കും മാതൃകയുള്ളവരായി ജീവിച്ച് ആ കർത്താവിന്റെ രക്ഷയെ സകലർക്കും നമ്മൾ കാണിച്ചു കൊടുക്കുക. ഗോഡ് ബ്ലസ് യു ഓൾ.